ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് ഞായറാഴ്ചയല്ലേ? ഇന്നൊരു ഞായറാഴ്ചയല്ലേ? ഇന്നത്തെ കുർബാനയുടെ ഇന്നത്തെ ഹൂത്തോമായില് ആദമിനെ സൃഷ്ടിച്ചപ്പോൾ അവൻ 30 വയസ്സായിരുന്നു വായിക്കുന്നുണ്ട്. കേട്ടായിരുന്നോ? നിങ്ങൾ ആരെങ്കിലും കുർബാനയ്ക്ക് വരും കേട്ടോ? ആദം സൃഷ്ടിച്ചത് 30 വയസ്സുള്ളവനായിട്ട് അവനെ സൃഷ്ടിക്കുകയും അതിനാൽ നമ്മുടെ കർത്താവ് 30ാമത്തെ വയസ്സിൽ മാമോദിസ സ്വീകരിക്കുകയും ശുശ്രൂഷ ആരംഭിക്കുകയും ചെയ്തു എന്ന് വായിക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഈ ലിറ്റർജിക്കകത്തുള്ളതാണ്. നമ്മൾ പറയുന്ന സമയത്ത് വിടുന്ന. അപ്പൊ അച്ഛാ എനിക്ക് അപ്പൊ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായ സൃഷ്ടിപ്പിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നത്തെ എങ്ങനെ മനുഷ്യന്റെ മുമ്പിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞത് യാക്കോബായക്കാരന്റെ ലിറ്റർജിയില് ആദമിനെ 30 വയസ്സുള്ളവനായി സൃഷ്ടിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കുമല്ലോ, കാരണം ഇതൊരു ബേബി ആയിട്ടല്ലല്ലോ ആദാമിനെ സൃഷ്ടിക്കുന്നത്. കാരണം അപ്പൊ എല്ലാ കഴിവുകളും ആദാമിനെ സൃഷ്ടിച്ച ആദാമിന് ഒരു ദിവസം മാത്രം പ്രായമുള്ളപ്പോൾ ഇന്നത്തെ ഒരു യുക്തിവാദിയും ശാസ്ത്രചിന്തന്റെ മുമ്പിൽ, ഡോക്ടറുടെ മുമ്പിൽ കൊണ്ട് ആദാമിനെ നിർത്തിയിട്ട് ഇയാൾക്ക് എത്ര വയസ്സ് പ്രായമുണ്ടെന്ന് ചോദിച്ചാൽ അവര് കണക്ക് കൂട്ടിയിട്ട് 30 വയസ്സ് പ്രായമുണ്ടെന്ന് പറയുമോ? പറയും. അതുകൊണ്ട് അവര് പറയും 30 വയസ്സ് ഇവന് പ്രായമുണ്ട്. പക്ഷെ സത്യത്തിൽ ആദാമിന് ഒരു ദിവസമല്ലേ പ്രായമുള്ളൂ. അതെ അതെ അതെ. പക്ഷെ ആ ശരീരപ്രകൃതി അതുപോലെയാണ് ഈ പ്രപഞ്ചത്തെ നോക്കിയിട്ട് ഇത്ര കോടി വർഷമായി, ബില്യൺ വർഷമായെന്ന് ഈ പൊട്ടന്മാര് പറയുന്നേ. മനസ്സിലായോ? ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചം അത്രയും പ്രായമുള്ളതായിട്ടാണ് സൃഷ്ടിച്ചത്. അല്ല, ഇപ്പൊ പൊളിഞ്ഞില്ലേ? അപ്പൊ ഈ ആദാമിന് 30 വയസ്സുള്ളവരായിട്ട് സൃഷ്ടിച്ചു എന്നുള്ളത് നിങ്ങൾ എഗ്രി ചെയ്യുന്നതോടെ നിങ്ങൾ ക്രിയേഷനിസ്റ്റ് ക്രിയേഷനെ അംഗീകരിച്ചു. ഇടയ്ക്ക് മറന്നു. സത്യത്തിൽ ഇത് വരുന്നതാ, ഉണ്ടാക്കി പറയുന്നതല്ല. ഇല്ല, ഇവിടെ എപ്പോഴും നമ്മൾ ഇടയ്ക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. കുറെ നാളെ അന്യഭാഷ ആരാധിച്ചിട്ട് ഒന്നും പിന്നല്ലേ അന്യഭാഷ ആരാധനയിലേക്ക് നമ്മള് മടിച്ചു പോകുന്നുണ്ട്. അല്ലേ, അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളത് ചുമ്മാ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ആ ആത്മാവിനനുസരിച്ച് പറയണം. അതെ, നമുക്ക് കുളിർ വരുമ്പോ നമ്മുടെ രോമം പൊങ്ങി വരത്തില്ലേ? അത് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നാ നീ രോമം പൊങ്ങി നിൽക്കട്ടെ എന്ന് പറയല്ലോ, തന്നെ പൊങ്ങി. അതെ, സമയമുണ്ട് ദാസ. നമ്മളിപ്പം മനസ്സിലാക്കുമ്പം നമ്മൾ ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ ഇതായിട്ട് വായിക്കുമ്പം ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിയട്ടെ എന്ന് പറഞ്ഞു. ഇരുളും വെളിച്ചവും തമ്മിൽ. അപ്പൊ ഞാൻ പറയട്ടെ, ആദാമിന്റെ ആയുഷ്കാലം ഇതായിരുന്നു 930 ആയിരുന്നു. അപ്പൊ 30 + 30 അപ്പൊ 960 വയസ്സെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയല്ലേ ഓരോ കണ്ടുപിടുത്തം നടക്കുന്നത്. അല്ല, ഇപ്പൊ അങ്ങനെ വരുമ്പം ഈ ആകാശ ഭൂമി സൃഷ്ടിച്ചത് എങ്ങനെയായിരിക്കും അതിന്റെ ടോട്ടൽ ഇയർ? സഹോദരൻ, ഞാനൊരു ആർഗ്യുമെന്റ് പറഞ്ഞതാണ്, അല്ലാതെ ഇത് ഈ പറഞ്ഞ ഇതിന്റെ വർഷവും കണക്കും പറയാനല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? പറഞ്ഞത് മനസ്സിലായി, എന്നാലും ഇതും കൂടെ പാസ്റ്ററിന്റെ മനസ്സിൽ കാണുമല്ലോ എന്ന് ചോദിച്ചതാ. ഇല്ല, അതായത് 2 ടോപ്പിക്കാണിത്. ഒന്ന് ഫിലോസഫി, മറ്റേത് സയൻസും ആണ്. ഇതിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്താൽ കുഴഞ്ഞു. ഫിലോസഫിക്കൽ ആർഗ്യുമെന്റ് ആണ് നമ്മൾ റിലീജിയനെ സംബന്ധിച്ച് പറയുമ്പോൾ ഫിലോസഫിക്കലിയാണ് മനസ്സിലാകുന്നത്. അപ്പൊ അതിനകത്ത് ഈ ശാസ്ത്രീയ സത്യം, ഓക്സിജന്റെ അളവ് എത്രയായിരുന്നു എന്നൊക്കെ ഒന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. മനുഷ്യന്റെ ശാസ്ത്ര വിജ്ഞാനം എന്നൊക്കെ പറഞ്ഞ എന്തുണ്ട്? വളരെ വളരെ പരിമിതമായ അറിവ് മാത്രമേ മനുഷ്യനുള്ളൂ. എന്നിട്ട് ചുമ്മാ ഇരുന്ന് ഗീർവാണം അടിക്കുകയാണ്. ഈ ഭൂമി എന്ന് പറയുന്ന ഈ ചെറിയ ഗോളം 6000 മൈൽ മാത്രം വലിപ്പമുള്ള ഒരു ചെറിയ ഉണ്ടയാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിലെ നേർവുകൾ എടുത്ത് നേരെ വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമിക്ക് 2 വട്ടം ചുറ്റാനുള്ളതുണ്ട് ഒറ്റ മനുഷ്യന്റെ. അത്രേ ഉള്ളൂ ഈ ഭൂമി. ആ ഭൂമിയെ പറ്റി മുഴുവൻ ഗ്രഹിക്കാൻ മനുഷ്യന് ഇതുവരെ പറ്റിയിട്ടില്ല. ഹിമാലയ പർവ്വത നിരകൾ മുഴുവൻ മനുഷ്യൻ സർവേ ചെയ്തിട്ടില്ല, അറിയത്തില്ല അവിടെ എന്താ ഉള്ളത്. ആകെ ഒരു വശത്തൂടെ എവറസ്റ്റിന്റെ മുകളിൽ പോയി എന്നാ പറയുന്നത്. എവറസ്റ്റിനേക്കാൾ പൊക്കമുള്ള ഉയരമുള്ള കൊടുമുടികൾ ഉണ്ടെന്ന് വരെ വാദമുണ്ട്. അതുപോലും ഇല്ലെന്ന് പൂർണ്ണമായിട്ടും പറയാൻ പറ്റുന്നില്ല. ശാന്തസമുദ്രത്തിന്റെ ഏറ്റവും ആഴമുള്ള മരിയാന ട്രഞ്ച് പേരിട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ സമുദ്രത്തിന്റെ അടി സ്കാൻ ചെയ്തിട്ടില്ല. സമുദ്രം മുഴുവൻ അറിയത്തില്ല എവിടെയാണ്. 100-300 പേരെ കൊണ്ട് പോയ വിമാനം കാണാതെ പോയിട്ട് കൊല്ലം 10ആയി, ഇതുവരെയും അറിയത്തില്ല അവിടെ പോയെന്ന്. ഇത്രയൊക്കെയുള്ള അറിവേ ഉള്ളൂ മനുഷ്യന്. അത് വെച്ചിട്ട് നമ്മള് ഭയങ്കരമായ അഹങ്കരിക്കുകയാണ്. എല്ലാം ഞങ്ങൾക്കറിയാം. ഇന്ന് വരെ ചന്ദ്രനിൽ പോലും ഒന്ന് പോകാൻ പറ്റിയിട്ടില്ല.
ചൊവ്വയിൽ കോളനി ഉണ്ടാക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. അവിടം വരെയൊക്കെയല്ലേ ആയിട്ടുള്ളൂ നമ്മള്. എല്ലാവർക്കും സങ്കടമായി തോന്നുന്നു കേട്ടോ ചോദിച്ചാൽ ഞാൻ നിർത്തുക. അച്ഛാ, ഈ സൃഷ്ടിപ്പിന്റെ നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോഴേ ഒന്നാം ദിവസം നമ്മളിങ്ങനെ വായിച്ചു സന്ധ്യയായി ഉഷസ്സായി. ഒന്നാം ദിവസം ഈ സന്ധ്യയും ഉഷസ്സും ആവുകയാണെങ്കിൽ തന്നെയും സൂര്യനില്ലാതെ പറ്റത്തില്ല. പക്ഷെ ക്രിയേഷൻ കണക്ക് സൂര്യനെ നമ്മൾ എന്നാ സൃഷ്ടിക്കുന്നത്? ഈ നമ്മുടെ അതിനകത്ത് ലോജിക്ക് പരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ സന്ധ്യയും ഉഷസ്സും ആവണമെങ്കിൽ സൂര്യന് ഇങ്ങനെ കറങ്ങുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഭൂമി അതിനകത്ത് ഭൂമി നമ്മൾ അത് ബലം വയ്ക്കുന്നത് കൊണ്ടാണ് അതുണ്ടാവുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നീടാണ് ഈ സൂര്യനെയും ചന്ദ്രനെയും പിന്നെ സൃഷ്ടിക്കുന്നത്. ആദ്യ സൃഷ്ടിയിൽ അത് പറയുന്നില്ല. ഇപ്പം നമുക്ക് ഈ ക്രിയേഷൻ എങ്ങനെ നമുക്ക് ഇപ്പം യുക്തിവാദികളോ മറ്റോ ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? അത് അതായത് സൂര്യനെയും ചന്ദ്രനെ വെളിച്ചമുണ്ട് ആദ്യം തൊട്ടുണ്ടെങ്കിൽ 4-ാം ദിവസമാണ് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിക്കുന്നത്. അപ്പോ ഉള്ള വെളിച്ചം വിശദീകരിക്കാനാകാത്ത വെളിച്ചമാണ് ആദ്യത്തെ ദിവസങ്ങളിൽ. വെളിച്ചം ആദ്യം മുതലുണ്ടെങ്കിലും വെളിച്ചത്തിന്റെ വിശദീകരണം 4-ാം ദിവസമാണ് വരുന്നെന്നുള്ളതാണ്. ഫിലോസഫിക്കൽ റൈറ്റിംഗ് ആണ്. 1-ാം ദിവസം സൂര്യനെ സൃഷ്ടിച്ചെന്ന് എഴുതാൻ മേലാഞ്ഞിട്ടല്ല. അതായത് ഈ പ്രതിഭാസങ്ങളുടെ വിശദീകരണമാണ്. വെളിച്ചം എന്തുകൊണ്ട്, വെളിച്ചം എവിടെ നിന്ന്, വെളിച്ചം സൂര്യനിൽ നിന്ന്. അപ്പൊ എക്സ്പ്ലനേഷൻ came into existence on the 4th day. അപ്പൊ വെളിച്ചം ആദ്യം മുതലുണ്ട്. അതുപോലെ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിന്റെയും വിശദീകരണം ക്രമേണ നമുക്ക് കിട്ടുമെന്ന് നമ്മളെ പഠിപ്പിക്കാനാണ് 4-ാം ദിവസം സൂര്യനെ വെച്ചിരിക്കുന്നത്. ഫിലോസഫിക്കൽ റൈറ്റിംഗ് ആണ്. മോനച്ചൻ പാസ് ഔട്ട് ടൈപ്പ് ചെയ്യുന്ന പിടി കിട്ടി. മനസ്സിലായി ഞാൻ പറഞ്ഞത്? മനസ്സിലായി. ബൈബിള് ഫിലോസഫിയാണ്, ഫിലോസഫിക്കലി വായിക്കണം. പല യുക്തിചിന്തകന്മാരും നമ്മുടെ മുമ്പിൽ ക്വസ്റ്റ്യനായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ അച്ഛൻ്റെ മുമ്പിൽ. ഇപ്പൊ എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ്, ഇപ്പൊ ഈ അച്ഛൻ പറഞ്ഞതുപോലെയാണ്. നമ്മളിപ്പം ചുമ്മാതെ വായിച്ചു വിട്ടാൽ നമ്മളങ്ങനെ പോകും. പക്ഷെ നമ്മൾ യുക്തിപരമായി ചിന്തിക്കുമ്പോൾ ഈ ഒരു വിഷയത്തിനകത്ത്, കാരണം ഇരുളും വെളിച്ചവും തമ്മിൽ വേർതിരിയണമെങ്കിൽ അതിന് വേർതിരിക്കാനുള്ള റിസോഴ്സ് വേണം. കാരണം ഇത് ഒന്നി സൂര്യൻ ഉണ്ടാകണം, അല്ലെങ്കിൽ ചന്ദ്രൻ. ഇത് രണ്ടും ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ ഇത് വേർതിരിയണമെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ ഇത് പറഞ്ഞത് ഫിലോസഫിക്കലായിട്ടാണെങ്കിൽ ഓക്കെ. ഇരുളും വെളിച്ചവും വേർതിരിഞ്ഞു എന്ന് പറഞ്ഞാൽ നന്മ തിന്മകളുടെ സംഘർഷം ആരംഭിച്ചു എന്നാണ്. ഉൽപ്പത്തി പുസ്തകം കാവ്യാത്മകമായിട്ട് വായിക്കണം എന്നാണ്, പ്രത്യേകിച്ച് 1 മുതൽ 11 വരെയുള്ള ചാപ്റ്റേഴ്സ്. അതിനെ അക്ഷരാർത്ഥത്തിൽ എടുക്കുന്ന പെന്തക്കോസ്തുകാർക്കാണ് ഈ പ്രശ്നം. അതെ, അത് കറക്റ്റാണ്. അങ്ങനെയാണ് വായിക്കേണ്ടത്. അതാണ് ഞാനിപ്പോ പറഞ്ഞത്.